ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ എർത്തിങ്ങില് മെയിനായിട്ട് ITI ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുന്നത്. ഇനി എർത്തിങ് എന്നുള്ള സെക്ഷനിൽ പ്രോബ്ലത്തിനെക്കാട്ടും കൂടുതൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂസിനെ ആസ്പെക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ചെറിയ ആൻസേഴ്സിൽ വരുന്ന ഒരു വ്യത്യാസം, അതിൽ നമുക്ക് ആൻസർ തമ്മിൽ ഒരു കോംപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ എർത്തിങ്ങിൽ വരുന്നത്. എർത്തിങ്ങിൽ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ ആദ്യമേ നോക്കും. Earthing is necessary to give protection against a danger of electric shock, voltage fluctuation, overloading, high temperature of the conductor. നോർമലി എർത്തിങ് എന്തിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ ഓർ എർത്തിങ്ങിന്റെ നെസസറി എന്തിനാണ്, എന്ത് പ്രൊട്ടക്ട് ചെയ്യാനാണ് എർത്തിങ് കോമൺലി ഉപയോഗിക്കുന്നത്? അപ്പോൾ ഓപ്ഷനിൽ തന്നെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള 3 ഓപ്ഷൻസ് എന്തായാലും ഉണ്ട്. ഇലക്ട്രിക് ഷോക്ക് ഉണ്ട്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, ഓവർലോഡിങ്. സോ ഓവർലോഡിങ് നിങ്ങൾക്കൊരു കണ്ടീഷൻ വരാം, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ മേ ബി ആലോചിക്കാം, ദെൻ ഡേഞ്ചർ ഓഫ് ഇലക്ട്രിക് ഷോക്ക്. അപ്പൊ എയും സിയും എന്നുള്ള രീതിയിലുള്ള ഓപ്ഷനിൽ വരുന്നതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാണ്? എ, ഡേഞ്ചർ ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഷോക്ക് അതായത് ലീക്കേജ് കറണ്ട് കാരണം ഉണ്ടാകുന്ന ഷോക്കിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകുന്ന പ്രോസസ്സാണ് എർത്തിങ്. സോ എർത്തിങ് എന്ന് പറയുന്നത് ഡേഞ്ചർ ഓഫ് ഇലക്ട്രിക് ഷോക്കിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ്. ഓവർലോഡിങ് എന്ന് പറയുന്നതിൽ എർത്തിങ് അല്ല, പകരം എന്താ നമ്മൾ വയ്ക്കുന്നത്? സർക്യൂട്ട് ബ്രേക്കേഴ്സ് പോലുള്ള പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് അതിൽ പ്രൊവൈഡ് ചെയ്യും. സോ ഇലക്ട്രിക് ഷോക്കിനെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? എർത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ ഇൻക്ലൂഡ് ചെയ്യും. സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സോളിഡ് ഗ്രൗണ്ടിങ് ഈസ് അഡോപ്റ്റഡ് ഫോർ വോൾട്ടേജസ് ബിലോ. അതായത് ഗ്രൗണ്ടിങ് ഓർ എർത്തിങ്, സോളിഡ് ഗ്രൗണ്ടിങ് അഡോപ്റ്റ് ചെയ്യുന്ന വോൾട്ടേജ് ലെവൽ എത്രയെന്നാണ് ചോദ്യം. നോർമലി വോൾട്ടേജ് ലെവലുകളിൽ നമുക്കറിയാവുന്ന വോൾട്ടേജ് ലെവലിൽ ഉള്ളതാണ് കൺസ്യൂമർ സൈഡിലുള്ള 230 വോൾട്ട് ഓർ 200 to 250 എന്ന് പറയുന്ന ആ റേഞ്ചിലുള്ള ഒരു വോൾട്ട്. ദെൻ കുറച്ചും കൂടെ വലുത് ഇൻഡസ്ട്രിയൽ കൺസ്യൂമർ ആയിട്ടുള്ള 400 430 വോൾട്ട് റേഞ്ച്. ദെൻ അപ്പൊ ആ 2 വോൾട്ടേജ് നമുക്കറിയാം. നോർമലി സോളിഡ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യുന്നത് വോൾട്ടേജസ് ബിലോ. അപ്പൊ നമുക്കറിയാവുന്ന 2 വോൾട്ടേജ് സെക്ഷൻസ് ഏതൊക്കെയാണ്? 230 440 എന്ന് പറയുന്ന 2 വോൾട്ടേജ് ഉണ്ട്. സോ അതിന് രണ്ടിനും നമുക്ക് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ആവശ്യമാണ്. സോ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ എളുപ്പത്തിൽ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഏതാണ്. സോളിഡ് ഗ്രൗണ്ടിങ് എത്ര വോൾട്ടേജിന് താഴെ ഉള്ളതായിരിക്കും വേണ്ടത്? ഈ ഓപ്ഷനിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ചൂസ് ചെയ്യുക. എത്രയാണ്? 660. അങ്ങനെ ഒരു കൺസെപ്റ്റിലും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ എഴുതാം. അല്ലാതെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. സോളിഡ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് 660 വോൾട്ടിന് താഴെയുള്ള വോൾട്ടേജുകൾ ഗ്രൗണ്ട് ചെയ്യാനാണ് സോളിഡ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്തു. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡ്വാൻറ്റേജ് ഓഫ് ന്യൂട്രൽ എർത്തിങ്. മീൻസ് എർത്തിങ്ങിലെ ന്യൂട്രൽ എർത്തിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഫ്രീഡം ഫ്രം പെർസിസ്റ്റന്റ് ആർക്കിംഗ് ഗ്രൗണ്ട്. Then option B, over voltage due to lightning can be discharged to earth. Option C, simplified design earth fault protection. Option D, all of the above. അതായത് ന്യൂട്രൽ എർത്തിങ്, നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചായിരിക്കും. ന്യൂട്രൽ എർത്തിങ് എന്ന് പറയുന്നത് ന്യൂട്രൽ ലൈനിനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നു. സോ അതുകൊണ്ടുള്ള നമ്മുടെ ഉപയോഗങ്ങൾ എന്താണ്? നമുക്ക് ഒന്നാമത്തെ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രിമൈസിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ എന്താണ്, ലൈറ്റ്നിങ് ഷോക്ക് ഒക്കെ വരുമ്പോൾ എന്താണ് നമ്മൾ എപ്പോഴും പറയുന്നത്? എന്താണ് ലൈറ്റ്നിങ് ഷോക്ക് വരുമ്പോൾ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഡിവൈസ് അടിച്ചു എന്ന് പറയും. അവിടെ എന്താ സംഭവിക്കുന്നത്? ഓവറായിട്ടുള്ള വോൾട്ടേജ് ലൈറ്റ്നിങ് കാരണം ഇൻസ്ട്രുമെന്റിലേക്ക് വരികയാണ്. സോ പ്രോപ്പർ ആയിട്ടുള്ളൊരു എർത്തിങ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എർത്തിങ് ഇല്ലാത്തത് കൊണ്ട് ആ ഡിവൈസ് പോയെന്ന് പറയാം. എന്താ കാര്യം? ഓവറായിട്ട് വന്ന വോൾട്ടേജിനെ ബൈപ്പാസ് ചെയ്യാൻ അവിടെ ഒരു പ്രിമൈസ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. സോ ന്യൂട്രൽ എർത്തിങ് ഉള്ള ഡിവൈസുകളിൽ ഓവർ വോൾട്ടേജ് വിത്ത് ലൈറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒരു കുഴപ്പവും വരില്ല. അതെന്താണ്? ഇത്രയും വരുന്ന എനർജിയെ ഡിസ്ചാർജ് തീർത്താണ്. സോ നമ്മൾ കേട്ടിട്ടുള്ള ഓപ്ഷൻ തന്നെ നമുക്കറിയാം. ഓപ്ഷൻ ബി നമ്മൾ വായിച്ചിട്ടുണ്ട്. തീർന്നിട്ടില്ല. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ഫ്രീഡം ഫ്രം പെർസിസ്റ്റന്റ് ആർക്കിംഗ് ഗ്രൗണ്ട്. അതായത് ഒരു പെട്ടെന്നൊരു ആർക്കിംഗ് വരെയാണെങ്കിൽ അതിൽ നമുക്ക് രക്ഷപ്പെടണം. എന്താണ്? അതും എന്താണ്? ഒരു അൺനീഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു കറണ്ട് കാരണം ഉണ്ടാകുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ആർക്കാണ്. അത് ഒരു സഡൻ ഡിസ്ചാർജിലേക്ക്. സോ അത് നമുക്ക് ബൈപ്പാസ് ചെയ്യണം. അതിനും ആരെ ഉപയോഗിക്കുന്നുണ്ട്? ന്യൂട്രൽ എർത്തിങ് ഉപയോഗിക്കുന്നു. പിന്നെന്താണ്? സിംപ്ലിഫൈഡ് ഡിസൈൻ എർത്ത് ഫാൾട്ട് പ്രൊട്ടക്ഷൻ. നോർമൽ ആയിട്ട് ഒരു എർത്ത് ലൈനിൽ പോകുന്നതിൽ ന്യൂട്രലിൽ വരുന്ന ഒരു ബൈപ്പാസ് സർക്യൂട്ട് അല്ലെങ്കിൽ ബൈപ്പാസ് കണക്ഷൻ കൊടുത്ത് നമ്മൾ എർത്തിലേക്ക് ചെയ്യുന്നു. സോ അവിടെയും എർത്ത് ഫാൾട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ ന്യൂട്രൽ എർത്തിങ് ഉപയോഗിക്കാം. സോ ഈ 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്.
സോ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ, ഓൾ ഓഫ് ദ എബോ. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഇതാണ് ഓൾ ഓഫ് ദ എബോ. അപ്പോൾ ഓൾ ഓഫ് ദ എബോ ഉള്ള, ഞാൻ ഒരു ജസ്റ്റ് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ പറയാം. ഓൾ ഓഫ് ദ എബോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ ഓപ്ഷൻസ് ഡയറക്റ്റ് നിങ്ങൾ ഒരു ഉത്തരത്തിൽ എത്തുന്നതിന് പകരം നിങ്ങൾ ഒന്നുകൂടി ആ ഓപ്ഷൻസിനെ റീവൈൻഡ് ചെയ്ത് വായിച്ചു നോക്കും. ഓപ്ഷൻസിൽ ഓൾ ഓഫ് ദ എബോ വരുന്നെങ്കിൽ മിക്കുള്ള ക്വസ്റ്റ്യൻസിലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയങ്ങളിൽ ഓൾ ഓഫ് ദ എബോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം എന്തായിരിക്കും, ചിലപ്പോൾ ആൻസേഴ്സ് കറക്റ്റ് ആയിരിക്കും. സോ 90% കറക്റ്റ് ആവാം, 10% പ്രോബബിലിറ്റി. അപ്പൊ അതിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഓപ്ഷൻ ഒന്നും കൂടെ വായിച്ച് നോക്കുക. ഈ നമ്മുടെ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു 1-2 ആവുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഓൾ ഓഫ് ദ എബോ ആയിരിക്കും. സോ നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസുകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക നമ്മുടെ ആൻസറിനെ മാച്ച് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്നതെന്ന് വെച്ചാൽ ഡിഗ്രി ലെവൽ പോലെ നമ്മൾ ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ ദ സൈസ് ഓഫ് എർത്ത് ഓർ ഗ്രൗണ്ട് വയർ ഈസ് ബേസ്ഡ് ഓൺ. ഇപ്പൊ ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ അല്ല, ഇതെല്ലാം IT 2015 ചോദിച്ച ഇലക്ട്രീഷ്യൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പല സ്ഥലങ്ങളിലെ IT ലെവലുള്ള 2015 തൊട്ട് ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അതിലെല്ലാം നമ്മൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ എന്താണ്, വായിക്കും തോറും ഓപ്ഷൻസിൽ നമുക്ക് കുറച്ചുകൂടെ ആ ക്വസ്റ്റ്യനിൽ ഉള്ള പോയിന്റ് കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഈ സെക്ഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ചുകൂടെ പോയിന്റ്സ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മൊത്തം. ഓക്കെ, ദ സൈസ് ഓഫ് എർത്ത് ഓർ ഗ്രൗണ്ട് വയർ ഈസ് ബേസ്ഡ് ഓൺ. എർത്ത് വയർ അല്ലെങ്കിൽ ഗ്രൗണ്ട് വയറിന്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഒന്നാമത്തെ കാര്യം, ഓക്കെ സോറി, ഇവിടെ സി ഓപ്ഷൻ. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ മാക്സിമം ഫോൾട്ട് കറണ്ട് ക്യാരിയിങ് ത്രൂ ദ ഗ്രൗണ്ട് വയർ. ഫോൾട്ട് കറണ്ട് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ട് വയറിൽ കൂടെ പോകുന്ന ഫോൾട്ട് കറണ്ടിന്റെ മാക്സിമം എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതോടെ ഇരിക്കട്ടെ. ആ ഓപ്ഷൻ നമ്മൾ വായിച്ചു നോക്കാം, ചിലപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നും. ജസ്റ്റ് അടുത്ത സെക്കൻഡിൽ നമ്മൾ അടുത്ത റിവിഷൻ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. റേറ്റഡ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ സർവീസ് ലൈൻ. സി ഡിപ്പെൻഡ്സ് ഓൺ ദ സോയിൽ റെസിസ്റ്റൻസ്. ഡി എന്ന് പറയുന്നത് എന്താണ്, ബോത്ത് സി ആൻഡ് ഡി. സോറി, ബോത്ത് ബി ആൻഡ് സി. ബോത്ത് ബി ആൻഡ് സി. ക്വസ്റ്റ്യൻ നോക്കിയേ, മാക്സിമം ഫോൾട്ട് കറണ്ട് ക്യാരിങ് ത്രൂ ദ ഗ്രൗണ്ട് വയർ സൈസ് ഓഫ് ദ എർത്ത് ഓർ ഗ്രൗണ്ട് വയറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫോൾട്ട് കറണ്ട് ഗ്രൗണ്ട് വയറിൽ കൂടെ പോകുന്നത് സൈസ് ഓഫ് എർത്ത് അല്ലെങ്കിൽ വയറിനെ ഡിപ്പെൻഡ് ചെയ്യുമോ എന്നാണ് ചോദ്യം. അടുത്ത ഓപ്ഷൻ നോക്കിയാൽ റേറ്റഡ് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ സർവീസ് ലൈൻ. എന്തിനാണ് നമ്മൾ എർത്ത് വയർ ഓർ ഗ്രൗണ്ട് വയർ ഉപയോഗിക്കുന്നത്? നമ്മുടെ സർവീസ് ലൈൻ, അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലൈനിൽ കൂടെ ഒരു ഫോൾട്ട് കറണ്ട് അല്ലെങ്കിൽ ഒരു ലീക്കേജ് കറണ്ട് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു ലീക്കേജ് കറണ്ടിനെ സപ്രസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് വിടാനാണ് ആരും ഉപയോഗിക്കുന്നത്, എർത്ത് ഓർ ഗ്രൗണ്ട് വയർ ഉപയോഗിക്കുന്നത്. സോ ഫോൾട്ട് കറണ്ട് ത്രൂ ദ ഗ്രൗണ്ട് വയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ വരില്ല. പകരം മാക്സിമം ഫോൾട്ട് കറണ്ട് ത്രൂ ദ സർവീസ് ലൈൻ ആയിരുന്നെങ്കിൽ നമുക്കത് എടുക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ റേറ്റഡ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ സർവീസ് ലൈൻ. അവിടെ എന്താ ശരിയാവുന്നത്? അതായത് എത്രത്തോളം കറണ്ട് കപ്പാസിറ്റി ആ സർവീസ് ലൈന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആരിയിരിക്കുന്നത്, എർത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് നമ്മൾ പോവേണ്ടത്. കാര്യം ഇത്ര കറണ്ട് പോയാൽ ആ സർവീസ് ലൈനിന് അതിന് ഒരു പ്രശ്നമില്ലാതെ പോകാം. പക്ഷെ അതിനൊരു എബൌട്ട് അല്ലെങ്കിൽ അതിനൊരു കൂടുതലായിട്ടുള്ള ഒരു വാല്യൂവിൽ വരുന്ന ഒരു കറണ്ട് വരികയാണെങ്കിൽ അവിടെ എന്താണ്, അതാണ് ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ എർത്ത് വരുന്ന ഒരു കറണ്ട്. ആ സിറ്റുവേഷനിൽ ആ കറണ്ടിനെ ക്യാരി ചെയ്യാൻ അതിന് പറ്റില്ല. പകരം അപ്പൊ എന്ത് ചെയ്യും, ആ കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കപ്പാസിറ്റി ആർക്കാണ്, ഗ്രൗണ്ട് വയർ. സോ സർവീസ് ലൈനിൽ ഉണ്ടാകുന്ന റേറ്റഡ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യും, എർത്ത് വയറിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓപ്ഷൻ എ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഏതാണ്, ഓപ്ഷൻ ബിയിലാണ്. കാരണം ഗ്രൗണ്ട് വയർ മാറ്റി ഇവിടെ സർവീസ് ലൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്യാമായിരുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കി, ഡിപ്പെൻഡ്സ് ഓൺ ദ സോയിൽ റെസിസ്റ്റൻസ്. എർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വയർ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ അല്ലെങ്കിൽ കണക്ഷനിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഡിപ്പ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന സോയിലിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, സോയിലിന്റെ റെസിസ്റ്റൻസ് എത്രത്തോളം കുറവാണോ അത്രത്തോളം എന്തായിരിക്കും, കടത്തിവിടേണ്ട കറണ്ട് കൂടുതൽ നമുക്ക് കയറ്റിവിടാം. അപ്പൊ എർത്തിങ്ങിൽ കൂടുതൽ എർത്ത് കറണ്ടിനെ നമുക്ക് കൊടുക്കാനായിട്ട് ആർക്ക് പറ്റണം, നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്ന സർഫസിന് പറ്റണം. അവിടെ എന്താണ് അതിന്റെ പ്രത്യേകത, റെസിസ്റ്റൻസ്, സോയിൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, എർത്തിൽ പോകുന്ന കറണ്ട് പ്രൊവൈഡ്. സോ എർത്തിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ അതാണ്, സോയിൽ റെസിസ്റ്റൻസ്. അത് തന്നെയാണ് എന്ത്, എർത്ത് കണ്ടക്ടറിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ. സോ ഓപ്ഷൻ ബി ആൻഡ് സി, അതായത് ബോത്ത് ബി ആൻഡ് സി എന്ന് പറയുന്ന ആൻസർ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ.
സോ നമ്മൾ ക്വസ്റ്റ്യനിൽ ഒന്നും നമുക്ക് ആദ്യമേ കിട്ടാത്ത ഒരാൾക്ക് എന്തായാലും നമുക്ക് എന്തറിയാം, ഡിപ്പെൻഡ്സ് ഓൺ ദ സോയിൽ റെസിസ്റ്റൻസ് ആണെന്ന് അറിയാം. കാര്യം സോയിലാണ് നമ്മൾ ഈ ഗ്രൗണ്ട് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ റെസിസ്റ്റൻസിന് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഓപ്ഷനിൽ സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കറിയാം. സി ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത. അപ്പം സിക്ക് കൂടെ ബി ആൻഡ് സി എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മളിൽ ഉണ്ട്. അപ്പൊ ബിയും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. റേറ്റഡ് കറണ്ട് ക്യാരി കപ്പാസിറ്റി ഓഫ് ദ സർവീസ് ലൈൻ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. എന്തുകൊണ്ട് സർവീസ് ലൈൻ കൂടെ പോണ കറണ്ടിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു. എർത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്തിനാണെന്ന് നമ്മൾ അടുത്ത റിവൈൻഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ ഡിയിലോട്ട് നമുക്ക് എത്താം. സോ ഇത് നിങ്ങൾ മറക്കരുത്. സൈസ് ഓഫ് എർത്ത് ഓർ ഗ്രൗണ്ട് വയർ എന്ന് പറയുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എർത്ത് വയർ ഓർ ഗ്രൗണ്ട് വയർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ വയർ, അലൂമിനിയം വയർ, അയൺ വയർ, ഗാൽവനൈസ്ഡ് സ്റ്റീൽ. എർത്ത് വയർ ഓർ ഗ്രൗണ്ട് വയർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്. എന്തുകൊണ്ടാണ് എർത്ത് വയർ ഉപയോഗിച്ചിരിക്കുന്നത്? ഈ ഓപ്ഷനിൽ കോപ്പർ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, അയൺ ഉണ്ട്, ഗാൽവനൈസ്ഡ് സ്റ്റീൽ ഉണ്ട്. നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന മെറ്റൽ അല്ലെങ്കിൽ അലോയ് ഇതിൽ ഏതാണെന്ന് ഉപയോഗിച്ച് ഈ ഓപ്ഷൻ ചെയ്യുക. നോർമലി എർത്ത് കണ്ടിന്യൂറ്റി വയേഴ്സ് കോപ്പർ ഉണ്ട്, ദെൻ എന്തുണ്ട്, അലൂമിനിയം ഉണ്ട്, ദെൻ GIs ഉണ്ട്, ഗാൽവനൈസ്ഡ് അയൺ ഉണ്ട്, ദെൻ സ്റ്റീൽസ് ഉണ്ട്. സോ ഇതിലെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ചൂസ് ചെയ്യുക. മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് ഗാൽവനൈസ്ഡ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും. ഗാൽവനൈസ്ഡ് സ്റ്റീൽ. ഇനി ഓൾ ഓഫ് ദ എബോ ഉണ്ടായിരുന്നെങ്കിലും ഓൾ ഓഫ് ദ എബോയും നമുക്ക് ഉപയോഗിക്കാം. എർത്ത് വയേഴ്സിൽ ഇത് ഈ 4 മെറ്റീരിയലിന്റെയും ഡിപ്പെൻസ് ആയിട്ടുള്ള വയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന ഗാൽവനൈസ്ഡ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ എടുക്കുക. നെക്സ്റ്റ്, ആവറേജ് റെസിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബോഡി. ഈ റെസിസ്റ്റൻസ് വാല്യൂസ് പല പ്രാവശ്യം എർത്തിങ് എന്നുള്ള സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ബോഡിയുടെ റെസിസ്റ്റൻസ് മാത്രമല്ല, ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണും സോയിലിന്റെ റെസിസ്റ്റൻസ്. ഓരോ സ്ഥലത്തുള്ള സോയിൽ, അതായത് കോമൺലി സബ്സ്റ്റേഷനിലും നോർമലും ആയിട്ടുള്ള സബ്സ്റ്റേഷനിൽ തന്നെ എത്ര തരം സോളിഡ് എർത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ സബ്സ്റ്റേഷന്റെ കപ്പാസിറ്റി അനുസരിച്ച് റെസിസ്റ്റൻസ് മാറും. സോ ഈ റെസിസ്റ്റൻസ് വാല്യൂസ് ഓർത്തിരിക്കുക. ആവറേജ് റെസിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബോഡി, നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഉണ്ടാകുന്ന ആവറേജ് റെസിസ്റ്റൻസിന്റെ വാല്യൂ 1000 ഓം ആണ്. എന്താണ്? 1000 ഓം ആണ്. ഈ 1000 ഓം എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ടു ബോട്ടം നമ്മൾ നിൽക്കുന്ന ഒരു ആളുടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ബോഡി റെസിസ്റ്റൻസിനെയാണ് 1000 ഓം എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ 2 തരമുണ്ട്. ബോഡി നമ്മുടെ ഇലക്ട്രിക് ഷോക്ക് നമുക്കറിയാം. ഇലക്ട്രിക് ഷോക്ക് എപ്പോഴും എന്താണ്, ഒരു ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടെ പോകാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക്. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ നമുക്ക് പെട്ടെന്ന് കറണ്ട്, നമ്മളിപ്പോ പറയും ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഇലക്ട്രിക് കൺസ്യൂമറുകളും ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് നനഞ്ഞ സ്ഥലത്തൊക്കെ നമ്മൾ ലെഫ്റ്റ് കൈ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലും ലെഫ്റ്റ് കൈ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. കാര്യം എന്താണ്, നമ്മുടെ ലെഫ്റ്റ് പോർഷനിലാണ് ആരിയിരിക്കുന്നത്, ഹാർട്ട് ഇരിക്കുന്നത്. അപ്പൊ ഹാർട്ടിൽ കൂടെ ഒരു കറണ്ട് പെട്ടെന്ന് പാസ് ചെയ്താൽ എന്ത് പറ്റും, ഹാർട്ടിനുണ്ടാകുന്ന ഒരു വ്യത്യാസം കൊണ്ട് ബോഡി നമുക്ക് പെട്ടെന്നായിട്ട് എന്ത് ചെയ്യും, ഡെത്തിലോട്ട് പോവാം. സോ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലായിരിക്കും കറണ്ടിന് എളുപ്പം കയറി പോകാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ലെഫ്റ്റ് പാർട്ട്, ബോഡിയുടെ ലെഫ്റ്റ് ചെസ്റ്റ് തൊട്ട് റൈറ്റ് വഴി അതൊരു സർക്കുലേഷൻ ചെയ്യും. സോ അങ്ങനെ നിങ്ങൾക്ക് ചോദിച്ചിട്ടില്ല, മേബി ചോദിക്കാം, എന്താ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടെ കറണ്ട് പോകുന്നു. അപ്പൊ ആ ഷോർട്ടസ്റ്റ് പാത്തിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ആ ബോഡി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 ഓം ആയിരിക്കും. എന്താണ്? 50 ഓം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ കൈവിരൽ ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഷോക്ക് അടിക്കുന്നത്. എന്താ കാര്യം, എന്താ, പെട്ടെന്നൊരു ഷോക്കിന്റെ പാത്ത്, അവിടെ റെസിസ്റ്റൻസ് ഏറ്റവും കുറവായ ഒരു പാത്താണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ എത്രയാ? 50 ഓം ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ ലെഫ്റ്റ് ഹാർട്ടിന്റെ പൊസിഷൻ തൊട്ട് റൈറ്റ് ചെസ്റ്റിന്റെ താഴെ വരെയുള്ള ആ ഒരു പാത്തിനെ പെട്ടെന്ന് അതിന് സർക്കുലേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതാണ് 50 ഓം. ഇതിനൊരു അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ 50 ഓം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആണ് എല്ലാ ബയോമെഡിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. കാര്യം ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ്, ബോഡിയുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ കൂടുതലും ബോഡിയായിട്ട് കണക്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്സിൽ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറയുന്ന എർത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. എർത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എല്ലാ ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സിലും ഉണ്ട്. എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലും എന്തുണ്ട്, എർത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന സർവീസ് ലൈനിലും
നമ്മുടെ സബ്സ്റ്റേഷൻ അങ്ങനെയുള്ളതിൽ മാത്രമല്ല, എല്ലാ എക്യുപ്മെന്റ്സിലും എർത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. സോ ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരികയാണെങ്കിൽ അവർ സെൽഫായിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോഡി റെസിസ്റ്റൻസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു വാല്യൂന് എന്തെന്ന് പറയും 50 ഓം എന്ന്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ, ജനറലി എർത്തിങ് ഈസ് പ്രൊവൈഡഡ് ഫോർ. എന്തിനാണ് എർത്തിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഓൺലി ഫോർ സേഫ്റ്റി ഓഫ് എക്യുപ്മെന്റ് ആണോ, ഓൺലി ഫോർ സേഫ്റ്റി ഓഫ് പേഴ്സണൽ ആണോ, ബോത്ത് എ ആൻഡ് ബി ഓർ നൺ ഓഫ് ദം? ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഓൺലി ഫോർ പേഴ്സണൽ എക്യുപ്മെന്റ്സ്, പേഴ്സണൽ ആയിട്ടുള്ള ഒരു സേഫ്റ്റി മാത്രമല്ല, ആരോടാണ്? എക്യുപ്മെന്റ് സേഫ്റ്റിക്കും എർത്തിങ് ആണ്. സോ ബോത്ത് എ ആൻഡ് ബി ആണ് ഇതിന്റെ ആൻസർ. ഇനി കുറച്ച് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് എന്ന് പറയുന്ന റൂളുകളുണ്ട്. ഈ റൂളുകളിലെല്ലാം നമുക്ക് പഠിച്ചിരിക്കാൻ പറ്റില്ല, പക്ഷെ റൂളുകളിൽ പറയുന്ന ചില പോയിന്റ്സ് നോക്കില്ല. According to IE rules, the supplier shall provide and maintain on the consumer premises a suitable. IE rule പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. IE rule പറയുന്നത് എന്താ? സപ്ലയർ, അതായത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണോ, ഈ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആളാണോ, അയാൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ആൻഡ് മെയിൻറ്റെയിൻ ഓൺ ദ കൺസ്യൂമർ പ്രിമൈസ്. കൺസ്യൂമറിന് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക പ്രിമൈസ്, അതായത് പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു സാധനം അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പ്രോസസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്താണ് അവിടെ സൂട്ടബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഒരു ഫേസ് ടെർമിനൽ ആണോ, ഒരു ന്യൂട്രൽ വയർ ആണോ, ഒരു ലൈവ് ടെർമിനൽ ആണോ, അതൊരു എർത്ത് ടെർമിനൽ ആണോ? അപ്പൊ സപ്ലയർ പ്രൊവൈഡ് ചെയ്യുന്ന കൺസ്യൂമറിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തായിരിക്കണം? വേറെ എന്തില്ലെങ്കിലും നമ്മൾ ഫേസ് ഇപ്പൊ ഡാമേജ് ആവാം, ന്യൂട്രൽ വയർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വീട്ടിൽ സപ്ലൈ വരില്ലെന്നേ ഉള്ളൂ. പക്ഷേ അൺനീഡഡ് ആയിട്ടുള്ള ഒരു ലീക്കേജ് കറണ്ട് വന്ന് സപ്ലൈയോ അല്ലെങ്കിൽ കൺസ്യൂമറിനോ നെഗറ്റീവ് ആവുന്ന രീതിയിൽ ഒന്നും വരാൻ പാടില്ല. സോ അവിടെ എന്തായിരിക്കും വരേണ്ടത്? ഏറ്റവും അത്യാവശ്യമായിട്ട് വരേണ്ടത് ഒരു എർത്ത് ടെർമിനൽ ആണ് വരേണ്ടത്. എന്താണ്? ഒരു എർത്ത് ടെർമിനൽ ആണ് വരേണ്ടത്. സോ IE റൂൾ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആലോചിച്ചിരിക്കുക, എന്താണ് എർത്തിങ് എന്ന് പറയുന്നതിന്റെ IE റൂൾ എത്രയാണ്? എർത്തിങ്ങിന്റെ IE റൂൾ, എർത്തിങ്ങിന്റെ IE റൂൾ എന്ന് പറയുന്നത് 90. എത്രയാ? 90. അപ്പൊ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ അല്ലെങ്കിൽ IE റൂൾ 90 ആണ് ആരെ പറയുന്നത്? എർത്തിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നത്. അവിടെ എന്താ എർത്തിങ് എന്ന കൺസെപ്റ്റ് പറയുന്ന ആ റൂൾ എന്താ പറയുന്നത്? എർത്തിങ്ങിൽ ഒരാൾക്ക് എർത്ത് ടെർമിനൽ എന്തായാലും സപ്ലയർ ഡിമാൻഡ് ചെയ്തിരിക്കണം. പിന്നെ എന്താ പറയുന്നത്? എർത്ത് വയർ, ഇപ്പൊ ഒരു നമ്മളറിയാം നമ്മുടെ പോസ്റ്റിലൊക്കെ എർത്ത് വയർ പോകുന്നത് ഗ്രൗണ്ടിൽ നിന്നും, എന്താണ്, ഗ്രൗണ്ടിൽ നിന്നും 3 മീറ്ററിൽ കൂടുതൽ പോകാൻ പാടില്ല. അതായത് ഹൈറ്റ് നോട്ട് ലെസ് ദാൻ 3 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. ഒരിക്കലും രണ്ട് രീതിയിൽ പറയാം. എന്താ? 3 മീറ്ററിൽ കുറഞ്ഞൊരു എർത്തിങ് കൊടുക്കാൻ പാടില്ല. അതായത് ഒരു പൊക്കം, അതായത് ഗ്രൗണ്ടിൽ നിന്നും ഹൈറ്റ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 3 മീറ്റർ ആയിരിക്കണം. അപ്പൊ ഒരു ഇൻസുലേറ്റർ നമ്മൾ പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ്? ഒരു ഇൻസുലേറ്റർ ഉണ്ട് പോസ്റ്റിൽ. ഈ പോസ്റ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എർത്ത് വയർ പോകുന്നത്, എർത്ത് വയർ ഇങ്ങനെ വരുന്നത്. ഈ എർത്ത് വയറിന്ന് നമ്മൾ എന്ത് ചെയ്യും? നോർമലി ഒരു സ്റ്റേ വയർ ഒക്കെ ഉണ്ട്. ഒരു സ്റ്റേ വയർ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യും. അപ്പൊ ഒരു സ്റ്റേ വയർ ഉണ്ട്, ഒരു എർത്ത് വയർ ഉണ്ട്. ഈ എർത്ത് വയർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാൽ എന്തായിരിക്കല്ലേ? 3 മീറ്ററിൽ കുറവായിരിക്കല്ലേ? അറ്റ്ലീസ്റ്റ് അതിൽ എന്തായിരിക്കണം? 3 മീറ്റർ വേണം. 3 മീറ്ററിൽ കുറയാൻ പാടില്ല. ഇതും ആര് ചേർന്ന് പറയുന്നതാണ്? IE റൂൾ 90യിൽ ചേർന്ന് പറയുന്നത്. അപ്പൊ IE റൂൾ 90യിൽ എർത്തിങ് മാത്രമല്ല, എർത്തിങ്ങിൽ പറയുന്ന എന്ത് പറയുന്നുണ്ട്? എഫിഷ്യന്റ്ലി അത് എർത്ത് ആയിരിക്കണം, ഒരു എർത്ത് ടെർമിനലിന് സപ്ലയർ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? എർത്ത് പോകുന്ന ഇൻസുലേറ്റർ പോകുന്ന ആ വയറിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന് 3 മീറ്ററിൽ ഒരിക്കലും കുറയാനും പാടില്ല. അപ്പൊ ഈ IE റൂള് മാത്രമേ നമ്മളിപ്പോ പറയുന്നുള്ളൂ. IE റൂളുകൾ പലതരമുണ്ട്. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ IE റൂൾ എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മുടെ ഏരിയയുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്ത് വരുന്നില്ല. പക്ഷെ നമ്മൾ എർത്തിങ്ങില് IE റൂൾ എന്ന് പറയുന്നത് കൊണ്ട് നോക്കുക. IE റൂൾ 90 റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്ത IE റൂൾ എന്തായിരിക്കും? IE റൂൾ 61 എന്ന് പറഞ്ഞ IE റൂൾ ഉണ്ട്. IE റൂൾ 61 എന്താ? ന്യൂട്രൽ കണ്ടക്ടർ. അപ്പൊ ന്യൂട്രൽ എർത്തിങ് നമ്മൾ പറയുന്നത് കൊണ്ട് അതും കൂടെ ആലോചിച്ചിരിക്കുക. ന്യൂട്രൽ കണ്ടക്ടർ ഓഫ് എ 3 ഫേസ് 4 വയർ സിസ്റ്റം. പിന്നെന്താണ്? ന്യൂട്രൽ വയർ 3 ഫേസ് 4 വയർ സിസ്റ്റത്തിനുണ്ട്. അടുത്ത ആരിനൊക്കെ ഉണ്ട്? 2 ഫേസ് 3 വയർ സിസ്റ്റത്തിനും ഉണ്ട്. അതെല്ലാം എന്തായിരിക്കണം? എർത്ത് ചെയ്തിരിക്കണം. അതെല്ലാം എർത്ത് ചെയ്തിരിക്കണം എന്ന് പറയുന്ന ഒരു റൂളും കൂടെ നോക്കിയിരിക്കുക. IE 61 ജസ്റ്റ് ഒന്ന് മനസ്സിലാലോചിച്ചിരുന്നാൽ മതി. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ മാത്രം. IE 61 ഒന്ന് ആലോചിച്ചിരിക്കുക. IE 61
61 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ വയറാണ്. ന്യൂട്രൽ വയറാണ്. ന്യൂട്രൽ വയർ ആരെ ന്യൂട്രൽ വയർ? ഈ ന്യൂട്രൽ വയർ എന്ന് പറയുന്നത് ആർക്കൊക്കെ ഉണ്ട്? 3 ഫേസിനും ഉണ്ട്, 2 ഫേസിനും ഉണ്ട്. 3ക്കും ഉണ്ട്, 2നും ഉണ്ട്. ഈ രണ്ടെണ്ണത്തിലെ ന്യൂട്രൽ എർത്തിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി പറയുന്ന റൂളാണ് ഈ 61 കൂടെ ആലോചിച്ചിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരുന്നു? എർത്ത് ടെർമിനൽ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ എർത്ത് കണ്ടക്ടർ പ്രൊവൈഡ്സ് എ പാത്ത് ടു ദ ഗ്രൗണ്ട്? എർത്ത് കണ്ടക്ടർ എങ്ങനെയാണ് ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്റെ അർത്ഥം. ഫോർ ഓവർ കറണ്ട്, ഫോർ ഹൈ വോൾട്ടേജ്, ഫോർ ലീക്കേജ് കറണ്ട്, ഫോർ ലോ വോൾട്ടേജ്. ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ലീക്കേജ് കറണ്ടിനെയാണ് എർത്ത് കണ്ടക്ടർ ഗ്രൗണ്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓവർ കറണ്ട് നമ്മൾ അൺനീഡഡ് ആയിട്ടുള്ള ഒരു ആർക്ക് കറണ്ട് വരുന്ന സാഹചര്യം ഉണ്ട് ഓവർ കറണ്ടിൽ. പക്ഷെ നമ്മുടെ എർത്തിങ് എന്നുള്ള പ്രോസസ് ഇവിടെ എന്താണ്? ലീക്കേജ് കറണ്ടിനെ ഗ്രൗണ്ടിലേക്ക് പോയിക്കാനാണ്. ഫോർ ലീക്കേജ് കറണ്ട് ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി. നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും പറയാണ്, നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ ജോയിൻ ചെയ്യുന്നവര് ദയവായി നമ്മളെ മ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള സമയത്ത് അൺമ്യൂട്ട് ചെയ്യുക, അല്ലാത്ത സമയത്ത് മ്യൂട്ട് ചെയ്യുക. അപ്പൊ ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ ക്ലാസ്സിനിടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നത് വെച്ച് എനിക്ക് ഇടയ്ക്ക് നിർത്തേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കളറാണ്. നമ്മുടെ വയേഴ്സിന്റെ കളറാണ്. അതിൽ എർത്തിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എർത്ത് കണക്ഷൻ ISI കോഡ് പ്രകാരം ഉപയോഗിക്കുന്ന കളർ ഏതെന്നാണ്? ഏത് കളറാണ്? വിച്ച് കളർ ഈസ് റെക്കമെൻഡഡ് ഫോർ എർത്ത്? ഇറ്റ്സ് ഗ്രീൻ. എർത്ത് എന്ന് പറയുമ്പോഴേ ആലോചിച്ചെടുക്കുക. എർത്ത് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ഒരു എക്കോ സിസ്റ്റം, ഗ്രീനിഷ്, ഗ്രീൻ. സോ എർത്ത് എന്ന് പറയുന്നത് ഗ്രീൻ ആയിരിക്കും. അപ്പൊ റെഡ് വയർ എന്താണ്? റെഡ് വയർ ആണ് നമ്മുടെ ഫേസിന് കൊടുക്കുന്നത്. റെഡ് വയർ ആണ് നമ്മുടെ ഫേസ് ഓർ ലൈവ്. ഇതെന്താണ്? എർത്ത്. ബ്ലാക്ക് എന്താണ്? ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ പവർ സർക്യൂട്ട് കണക്ഷൻസിനും ബ്ലാക്ക് ഉപയോഗിക്കാം. നോർമൽ ആയിട്ടുള്ള എല്ലാ പവർ കൺസ്യൂമേഴ്സിലും ബ്ലാക്ക് എന്ന് പറയുന്ന ഇതൊരു പവർ സർക്യൂട്ടറി എന്ന് ആലോചിച്ചാൽ മതി. പവർ സർക്യൂട്ട്. ഓക്കെ, പവർ സർക്യൂട്ടറിൽ ആലോചിക്കാം. ബ്ലൂ എന്ന് പറയുന്ന വയറിനെ കാട്ടി നമ്മൾ വേറൊരു വയർ അറിഞ്ഞിരിക്കുക, ഗ്രേ. ഗ്രേ അല്ലെങ്കിൽ എന്തുണ്ട്? ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് കളർ ഉണ്ട്. ഏതാണ്? ഗ്രേ ഓർ വൈറ്റ്. വൈറ്റ് കളർ അല്ലെങ്കിൽ ഗ്രേ എന്തിനാ ഉപയോഗിക്കുന്നത്? നോർമലി ന്യൂട്രലിലാണ്. എന്താണ്? ന്യൂട്രൽ. ന്യൂട്രൽ വയറിന് ഗ്രേ ഓർ വൈറ്റ് ആലോചിച്ചിരിക്കുക. റെഡും ഗ്രീനും നിങ്ങൾ ആലോചിക്കുക. റെഡ് ഫോർ ഫേസും ഗ്രീൻ ഫോർ എർത്തിങ്. ഇനി അടുത്ത എർത്തിങ് കണക്ഷനെ പറ്റിയുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ആൻഡ് എർത്തിങ് കണക്ഷൻ ടു GI പൈപ്പ് ഈസ് നെസസറി. എർത്തിങ് കണക്ഷൻ ടു GI പൈപ്പ് ഈസ് നെസസറി. ഇതെല്ലാം ഒരേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കാര്യം എല്ലാത്തിലും എർത്തിങ് എന്തിനാണ് ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഈ രീതിയിൽ ക്വസ്റ്റ്യൻ എർത്തിങ് എന്നുള്ള സെക്ഷനിൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നു. An earthing connection to GI pipe is necessary to prevent the damage to the insulation of wire, to prevent the damage of the wires, for safety of current flow. Option D, to pass the leakage current to earth. എർത്തിങ് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നതാണ്? നമുക്ക് പ്രിവെന്റ് ഡാമേജസ് ഓഫ് ദ വയറും ഉണ്ട്, ഫോർ സേഫ്റ്റി ഓഫ് കറണ്ട് ഫ്ലോയും ഉണ്ട്. ഇത് രണ്ടിനെക്കാട്ടി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഉള്ള ആൻസർ ലീക്കേജ് കറണ്ട് ആണ്. എപ്പോഴും എർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലീക്കേജ് കറണ്ട് മനസ്സിലാക്കുക, ലീക്കേജ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ ആൻസർ. നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഈസ്, എർത്തിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? ഈ വാല്യൂസ് ആണ് ഞാൻ പറഞ്ഞത്, നോക്കുക. എർത്തിന്റെ റെസിസ്റ്റൻസ് ഇത് തന്നിരിക്കുന്നതിൽ 1 മെഗാ ഉണ്ട്, 20 മെഗാ ഉണ്ട്, ഇൻഫൈനൈറ്റ് ഉണ്ട്, അബൌട്ട് 0. എന്താണ് എർത്തിന്റെ റെസിസ്റ്റൻസ്? എർത്ത് എല്ലാ കറണ്ടിനെ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എർത്തിന് ലോവസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും, മാക്സിമം ലോവസ്റ്റ് റെസിസ്റ്റൻസ് എബൌട്ട് 0. 0 എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ വാല്യൂ ഇല്ലെങ്കിലും 0യോട് അടുത്തിരിക്കുന്ന എല്ലാ വാല്യൂയും റെസിസ്റ്റൻസ് ഓഫ് എർത്ത് ആണ്. സോ ഈ ഓപ്ഷനിൽ ഏതാണ്? എബൌട്ട് 0. എബൌട്ട് 0 ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടേഴ്സ്. അതായത് എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടേഴ്സ്, ഇതിനെ കോമൺലി നമുക്ക് എന്താ ECC എന്ന് പറയും. ECC, എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടേഴ്സ്, ഷുഡ് റൺ ഫ്രം ദ മെഷീൻ ടു പാനൽ ബോർഡ്. അതായത് മെഷീനിൽ നമ്മളൊരു എർത്ത് കണ്ടിന്യൂറ്റി വയർ ഉണ്ട്, അതിൽ നിന്ന് പാനൽ ബോർഡിലേക്ക് പോകും. പാനൽ ബോർഡ് എന്ന് പറഞ്ഞാൽ മെഷീൻ നമ്മളിപ്പോൾ ആലോചിച്ചിരിക്കുക, ഒരു TV ആണെന്ന് വെക്കുക. TVയിൽ നിന്ന് ഒരു എർത്ത് വയർ പാനൽ ബോർഡിലേക്ക് പോകും. പാനൽ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ ചെയ്ത 3 പിന്നിന് വരുന്ന വയർ. അവിടുന്ന് പിന്നെ ആ എർത്ത് വയർ എങ്ങോട്ട് പോകും? മെയിൻ സപ്ലൈയിലോട്ട് പോകും. അതായത് നമുക്ക് സപ്ലയർ തന്ന മെയിൻ സപ്ലൈയിലോട്ട് പോകും.
അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു സിസ്റ്റം, അതായത് എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ, മെഷീനിൽ നിന്ന് പാനൽ ബോർഡിൽ നിന്ന് മെയിൻ സപ്ലൈയിലേക്ക് പോകുന്ന ഒരു സർക്യൂട്ടറി സിസ്റ്റമാണ് ഈ നമ്മളൊരു ഹൗസിൽ ഇൻബിൽട്ട് ചെയ്തിരിക്കണമെന്ന് വെക്കുക. അങ്ങനെ വരുന്ന സിസ്റ്റത്തിൽ വേണ്ട നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്, അതായത് എർത്തിന് എത്ര ഇലക്ട്രോഡ്സ് വേണം. നമ്മൾ എർത്തിങ് എന്നുള്ള സെക്ഷൻ നിങ്ങൾ പഠിച്ചപ്പോഴും അറിഞ്ഞായിരിക്കും പലവിധം എർത്തിങ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്ട്രിപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, പൈപ്പ് എർത്തിങ്, ദെൻ റോഡ് എർത്തിങ്. അപ്പൊ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് പ്ലേറ്റ് അല്ലെങ്കിൽ പൈപ്പ് എന്തെന്ന് പറയുന്നതിനും അതിനെല്ലാം എന്തെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഡുകൾ എന്നാണ് പറയുന്നത്. ആ ഇലക്ട്രോഡുകളിലോട്ടാണ് കണക്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുത്തിവെക്കുന്നത്. ആ ഇലക്ട്രോഡുകളാണ് ഈ വരുന്ന എർത്തിൽ നിന്ന് വരുന്ന ഈ ലീക്കേജ് കറണ്ടിനെ എല്ലാം എർത്തിലോട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ മിനിമം നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ എർത്ത് ഇലക്ട്രോഡ് ഫോർ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടേഴ്സിന് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ എത്ര വേണമെന്നാണ് ചോദ്യം. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്നാണ് ചോദ്യം. മിനിമം നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എപ്പോഴും 2 ആയിരിക്കും. എത്രയാണ്? 2. ഓപ്ഷൻ ബി 2 ആയിരിക്കും ഇതിന്റെ ആൻസർ എപ്പോഴും. അതായത് നോർമലി നമ്മൾ നമുക്ക് വിചാരിക്കാം ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നു, ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതെല്ലാം ഗ്രൗണ്ട് ആണെന്ന് വെക്കുക. ഇതിനടിയിൽ ഗ്രൗണ്ട് ആണ്, ഇത് ഗ്രൗണ്ട്. അപ്പൊ ഇവിടുന്ന് വരുന്ന ഈ കറണ്ടിനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കടത്തി വിടുകയാണ്. ഗ്രൗണ്ടിലേക്ക് കടത്തി വിടുന്നത് എപ്പോഴും ഒന്നെങ്കിൽ ഇലക്ട്രോഡ്സ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ഇലക്ട്രോഡ്സ് കുത്തി നമ്മൾ ഗ്രൗണ്ടിലേക്ക് വെക്കുകയാണ്. പലതരം ഇലക്ട്രോഡ്സ് ഉണ്ട്. ഒന്നെങ്കിൽ പ്ലേറ്റ് ഗ്രൗണ്ട് എർത്തിങ്, അല്ലെങ്കിൽ സ്ട്രിപ്പ് എർത്തിങ്, അല്ലെങ്കിൽ പൈപ്പ് എർത്തിങ്, റോഡ് എർത്തിങ്, അങ്ങനെയൊക്കെ പറയും. അപ്പൊ എർത്ത് ഇലക്ട്രോഡ്സ് വരുന്ന സമയത്ത്, അതായത് ഇപ്പൊ ആലോചിക്കുക, ഒരു സ്ട്രിപ്പ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ ഒരു സ്ട്രിപ്പാണ് ഇലക്ട്രോഡ്സ് എന്ന് വിചാരിക്കും. ഈ ഇലക്ട്രോഡാണ് ഇറക്കി വെക്കുന്നതെങ്കിൽ എർത്ത് ഇലക്ട്രോഡ്സ്, അതായത് ഇതിനെ എർത്ത് ഇലക്ട്രോഡ്സ് എന്ന് പറയും. ഈ ഇലക്ട്രോഡ്സ് ഇറക്കി വെക്കുമ്പോൾ ചിലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അത്ര ഹൈറ്റ് താഴോട്ട് ഇത് പോകണമെന്നില്ല. അപ്പൊ എന്താ പറ്റുന്നത്? ഇത്ര മാത്രമുള്ള ഒരു എർത്ത് മാത്രമേ നമുക്ക് അവന് കൊടുക്കാൻ പറ്റൂ. ഇത്ര മാത്രമുള്ള ഒരു എർത്ത്, ഈ ഒരു പ്രൊവൈഡിങ് സ്പേസ്. അപ്പൊ ആ ഒരു പ്രൊവൈഡിങ് സ്പേസിന്റെ പ്രശ്നം എന്താണ്? ഗ്രൗണ്ട് ഇങ്ങ് താഴോട്ട് കിടക്കുക, പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത എർത്തിങ് ഇത്ര മാത്രമേ പറ്റൂ. അപ്പൊ കറണ്ടിന് ഇത്ര മാത്രം, അല്ലെങ്കിൽ ഈ എർത്തിന് ഇത്ര മാത്രം സൈഡത്ത് അതിന്റെ ഇലക്ട്രോൺസിനെ ശേഖരിച്ചു വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനുള്ള സോയിൽസിലുകളിൽ, അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പാരലായിട്ട് ഇവിടെ 2 ഇലക്ട്രോഡ് കൂടി പാരലായിട്ട് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കും. പാരലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും സ്ഥലത്തുള്ള ഈ ഇലക്ട്രോഡ്സിന്റെ പോർഷനിലെ റെസിസ്റ്റൻസിനെ ഇവൻ പിന്നെയും എന്ത് ചെയ്യും? കുറയ്ക്കും. നേരത്തെ ഉണ്ടായിരുന്നത് 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരുന്നെങ്കിൽ റെസിസ്റ്റൻസ്, നിങ്ങൾ വിചാരിക്കുക 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരുന്നെങ്കിൽ പാരലായിട്ട് 2 ഇലക്ട്രോഡും കൂടെ വെച്ചപ്പോൾ 5 അല്ലെങ്കിൽ അതിനെക്കാട്ടിയും ചെറിയ ഒരു വാല്യൂയിലേക്ക് ഈ എർത്തിന്റെ റെസിസ്റ്റൻസിനെ അവന് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോഡ്സ് വേണമെന്നാണെങ്കിൽ എത്രയാണ് മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം. ഇങ്ങനെ പാരൽ ചെയ്ത് ഈ ഒരു സൈഡ് നമുക്ക് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരാം. അപ്പൊ മിനിമം നമ്പർ ഓഫ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ് റിക്വേർഡ്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 നമുക്ക് മിനിമം വേണം. അപ്പൊ ഈ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുന്നത് നോർമലി ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അവിടെ എന്താണ്? സോയിലിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ നോർമലി നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ് നമ്മൾ എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കും എപ്പോഴും. അതിപ്പോ മിനിമം നമ്പർ എത്രയാണ്? 2 എന്നാണ് എന്റെ ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് എന്റെ ആൻസർ. നെക്സ്റ്റ് നോക്കിയേ, ഞാൻ എർത്ത് പോയിന്റ് ചാർക്കോൾ സാൾട്ട് ഈസ് യൂസ്ഡ് ഫോർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എർത്ത് ചെയ്തിട്ട് കരിയും ഉപ്പും ഒക്കെ ഇടുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ചാർക്കോൾ സാൾട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു പ്രൊട്ടക്ട് ദ പ്ലേറ്റ് അഗൻസ്റ്റ് റസ്റ്റ്. നമ്മൾ ആ ഇട്ടിരിക്കുന്ന ഇലക്ട്രോഡ്സിനെ റസ്റ്റ് ചെയ്യുന്നതിന്, അതായത് തുരുമ്പിക്കുന്നതിന് ഓപ്പോസ് ചെയ്യാനാണോ? ടു അബ്സോർവ് മോയ്സ്ചർ ഓഫ് ദ സറൗണ്ടിങ് സോയിൽ ആണോ? ടു ഇൻക്രീസ് ദ മോയ്സ്ചർ ഓഫ് ദ സറൗണ്ടിങ് സോയിൽ ആണോ? ടു ഹോൾഡ് ദ പ്ലേറ്റ് ഫേംലി ഇൻ ദ സോയിൽ. അതായത് ആ അടുപ്പിച്ച് വെച്ചിരിക്കുന്ന പ്ലേറ്റ് നല്ലതുപോലെ അതിൽ ടൈറ്റ് ആയിട്ട് ആ സോയിലിൽ ഫേം ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണോ? ഇതിലേതാ ഓപ്ഷൻ? ഓപ്ഷൻ നമുക്ക് വായിക്കുമ്പോഴറിയാം എന്താണ്? മോയ്സ്ചർ ഇൻക്രീസ് ചെയ്യാനായിരിക്കും. ഇതിനാണ് ടു ഇൻക്രീസ് ദ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദ സറൗണ്ടിങ് സോയിൽ. അതായത് നമുക്കറിയാം, നനഞ്ഞ പ്രതലത്തിൽ നമ്മൾ പറയും, നനഞ്ഞ പ്രതലത്തിലാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? കറണ്ടിന് പോകാൻ ഈസി ആയിരിക്കും, ഇത് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പൊ ഇതിന്റെ മോയ്സ്ചർ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ചാർക്കോൾ സാൾട്ട് എന്ന് പറയുന്ന മിക്സ്ചർ ആ ഇലക്ട്രോഡിന് ചുറ്റും നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, മോയ്സ്ചർ കണ്ടന്റ് കൂട്ടാൻ വെള്ളം ഒഴിച്ചുകൂടെയും?
വെള്ളം ഒഴിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. റെഗുലർ ഇന്റർവെല്ലിൽ സബ്സ്റ്റേഷൻസിലൊക്കെ എന്ത് ചെയ്യും, എർത്ത് ഇലക്ട്രോഡ്സിൽ റെഗുലർ ഇന്റർവെല്ലിൽ വെള്ളം ഒഴിക്കുന്നതും ഉണ്ട്. എന്തിനാ? റെസിസ്റ്റൻസ് കൂട്ടാനായിട്ട്, റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട്. എന്തിനാ? എർത്തിങ് എന്ന് പറയുന്ന പ്രോസസ് പെട്ടെന്ന് നടക്കാനായിട്ട്. അങ്ങനത്തെ കണ്ടീഷനും ഉണ്ട്. അപ്പൊ നോർമൽ നമുക്ക് നമ്മുടെ വീടുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നത്, ചാർക്കോൾ സാൾട്ട് മിക്സ്ചർ നമ്മൾ അതിൽ ഇട്ടിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Earth continuity conductor should run from the panel ports to the machine and to the run the number of ohms. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഓപ്ഷൻ എന്താണ്? ഡി. 2 ഇലക്ട്രോഡ്സ് വേണം.